അപ്പം ഞങ്ങൾ വീണ്ടും കാറിനകത്തായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഓണം സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. അപ്പോൾ ഒരു പോട്ട്ലക്ക് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫാമിലീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പോട്ട്ലക്ക് ആയ കാരണം ഓരോരുത്തരും ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം ഞാൻ കാളൻ തലേന്ന് ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് പാലട പായസമായിരുന്നു. അത് അടുത്ത ദിവസം രാവിലെയാണ് ഉണ്ടാക്കിയത്. അപ്പം അത് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉള്ള കാരണം കുറേ സമയം എടുത്തു അതൊന്ന് റെഡിയായി വരാനായിട്ട്. പിന്നെ പപ്പടം കാച്ചി പായസമൊക്കെ ആയി. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരാൻ തന്നെ ഒരുപാട് സമയമായി. അപ്പോഴേക്കും നമ്മളവിടെ എത്തുമ്പോഴേക്കും അവരുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോയി അതിൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്ന കാരണം ഈ ഒരു ഓണം പ്ലാനിങ്ങിലൊന്നും കാര്യമായിട്ട് ഇൻവോൾവ് ആവാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം അവരെല്ലാം നന്നായിട്ട് പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് ഇത് 3ാമത്തെ ഓണമാണ്. അപ്പം കഴിഞ്ഞ 2 വർഷത്തേക്കാളും മികച്ചതായിട്ട് തന്നെ ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റി ഇപ്രാവശ്യം. ഒപ്പം പുതിയ കുറച്ച് മലയാളി ഫാമിലി കൂടി നമ്മളിവിടെ പരിചയപ്പെട്ടായിരുന്നു. അവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലി വളരെയാണ് കേട്ടോ. അതിലൊരുപാട് സന്തോഷം. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഒരു മൂഡ് ഔട്ടും ഹോം സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെട്ട് എല്ലാവരുടെയും കൂടെ ഓണമൊക്കെ ആഘോഷിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. ആ ഒരു മൂഡ് ഔട്ടൊക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടി. പിന്നെ ഇവിടെ ഇതാണല്ലോ നമ്മുടെ ഫാമിലി. അപ്പം എല്ലാം കൊണ്ടും ഇത്തവണ ഓണം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് റീലൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും പ്ലാനിങ് മാത്രം നടക്കും, പക്ഷെ റീൽ എടുക്കൽ നടക്കാറില്ല. ഇപ്രാവശ്യം അങ്ങനെയല്ല, എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ച് അവിടെ വന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഡാൻസ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും സദ്യ കഴിക്കാനുള്ള ഒരു ടൈമൊക്കെ ആയി. അപ്പൊ നമ്മൾ എല്ലാം എടുത്തു വെക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു പാർക്കിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ ടേബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ടേബിൾ കവറൊക്കെ വിരിച്ച് ഇലയൊക്കെ ഇട്ട് സദ്യ വിളമ്പാണ്. ഓണം ഈ ബനാന ലീഫില്ലേ, ഒരു ഗ്രീൻ ലീഫുണ്ട് വലിയത്. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ലീഫിൻ്റെ പുറത്ത് ഒരു കട്ടിയുണ്ട്, ഒരു സാധനമുണ്ട്, കല്ല്, ശർക്കരക്കല്ല്. ശർക്കരക്കല്ല് എന്ന് പറയും. പച്ചിച്ചി എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് സാധനമാണ് പച്ചിച്ചി. അവൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവൽ അത് ഒരു കൂട്ടനാണ്, നല്ല കൂട്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ. ഇവിടെ കിട്ടുന്ന ബിരിയാണി ബാസ്മതി ചോറാണ് ഇവിടെ കിട്ടുന്നത്. പൈസം എന്ന് പറയുമ്പോൾ ആ ഒരു 1 പൈസ ഉണ്ട്. 1 ഒരു 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 സ്മോൾ സ്റ്റിക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് ആ സ്റ്റിക്ക് ഒരു ഓറഞ്ച് കളറുടെ സ്റ്റിക്കാണ്, മനസ്സിലായോ? അതാണ് ആ ഒരു പൈസ കിട്ടത്തില്ല ഇവിടെ. അങ്ങനെയാണ് ഇവിടുത്തെ ഓണം. സദ്യയൊക്കെ നല്ല ഗ്രാൻഡ് സദ്യയായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. 4 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ, പാലട, പരിപ്പ്, സേമിയ, ഇതൊക്കെയായിരുന്നു. എന്തായാലും സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മത്ത് പിടിച്ച് ഇരിപ്പായി. കുറേ നേരം നമ്മൾ കുറേ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് പിന്നെ ഗെയിംസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ്സ് കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികൾ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? അപ്പോൾ തുടക്കം കുറിച്ചത് നമ്മൾ ഓണത്തിൻ്റെ പ്രധാന കളിയായ, ഒഴിവാക്കാൻ പറ്റാത്ത കളിയായ സുന്ദരിക്ക് പൊട്ടുകുത്തലിൽ നിന്നാണ്.
സുന്ദരി എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം AI സുന്ദരിയാണ് കേട്ടോ. ഇപ്പൊ AI യുടെ കാലല്ലേ, അപ്പൊ പിന്നെ AI സുന്ദരി വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. വീഴല്ലേട്ടാ. അയ്യോ കാണാനില്ലോ. അവിടെയല്ല അവിടെയല്ല, തിരിയ റൈറ്റ്. പോട്ടെ നേരെ പോട്ടെ. ആ അതിനിടയിൽ കുട്ടികൾക്ക് ബോറടിച്ച് തുടങ്ങിയപ്പം അവരുടെ ഗെയിമും സ്റ്റാർട്ട് ചെയ്തിട്ടോ. ക്യാൻഡി പിക്കിങ്ങിന് പകരം ഗ്രേപ്പ് പിക്കിംഗ് ആണ് നമ്മൾ വെച്ചത്. ക്യാൻഡി പിക്ക് ചെയ്ത് വെറുതെ ഇവർ ക്യാൻഡി കഴിച്ച് ഒരു ഇതാവണ്ടാന്ന് വെച്ചിട്ട് ഹെൽത്തി ഓപ്ഷനായിട്ട് നോക്കിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും പൊട്ടുകുത്തലിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ വേറെയും കുറേ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ സമയപരിമിതി മൂലം ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. അല്ല കുറച്ച് അങ്ങനെയല്ല, അതൊക്കെ മനസ്സിലാവുണ്ട്. എത്തി. മിക്കവാറും ആ ബർത്ത്ഡേ പാർട്ടികളുള്ള ആർക്കെങ്കിലും പോട്ടേക്ക് കയ്യിൽ നിന്ന് പൊട്ടെടുക്കാൻ ഇച്ചിരി പാടാണ്. വെച്ച് കഴിഞ്ഞു. അതെല്ലാ കൊല്ലം പ്രാക്ടീസ് ഉണ്ട്. നോക്ക് കറക്ക് കറക്ക്. ഞാൻ അവസാനമാണ്, എന്നെ അധികം കറക്കാൻ. അവിടെ
വെച്ചാ ആ വെച്ച് ശരിയാക്കി നിർത്തണ്ടാണ്. ഈ കളി കഴിയുമ്പോഴേക്കും തന്നെ ഒരുപാട് സമയമായി. അപ്പം നമ്മൾ പിന്നെ ബാക്കി പരിപാടികളിലേക്ക് കടന്നു. ഇനി മെയിൻ ആയിട്ടുള്ളത് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ എപ്പോൾ പോട്ടിലൊക്കെ ചെയ്താലും ഫുഡൊക്കെ ബാക്കി വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു സിപ്ലോ കവറിലോ പാത്രങ്ങളിലോ ആക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങളൊരു തിരുവാതിരക്കളി കളിച്ചാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കളിക്കേണ്ടതായിരുന്നു, അപ്പോൾ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ കലാശക്കൊട്ടായിട്ട് ഒരു തിരുവാതിരക്കളി കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഇരുന്ന് സ്റ്റെപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. തിരുവാതിരക്കളി വൻ കോമഡി ആയിരുന്നു കേട്ടോ. നമുക്ക് സ്റ്റെപ്സ് ഒന്നും നമ്മൾ മുൻകൂട്ടി നോക്കാത്ത കാരണം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ പാട്ട് ശരിക്കും കേൾക്കാത്ത കാരണം അതൊന്നും സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കുമായിരുന്നു. ഇത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഒരു ഫാമിലിക്കും പിന്നെ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ ഓണത്തിന് ഇങ്ങനെ കൊടുക്കാറുണ്ട്. ലൈറ്റ് കത്തുട്ടാ. അങ്ങനെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനോട് കൂടി നമ്മുടെ ഈ ഒരു ഓണപരിപാടി അവസാനിച്ചു. ഇനി ഇവിടെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷമൊക്കെ വരുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ ഞാൻ നാട്ടിൽ പോയ വീഡിയോസൊക്കെ പെൻഡിങ് ആണ്, എനിക്കറിയാം. അപ്പോൾ മിക്കവാറും ഈ ഓണം വ്ളോഗൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അത് ഇടുന്നുണ്ടാവുക. അപ്പോൾ ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.